പിയിലേക്കാണ്. NCPയിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിപ്പിക്കാനാണ് നീക്കമെന്ന് AK ശശീന്ദ്രൻ പറയുന്നു. NCP ദേശീയ നേതൃത്വവുമായി ഇനി സഹകരിക്കില്ല, സമാന ചിന്താഗതിക്കാരെ ഒന്നിച്ചു നിർത്തും. അടുത്ത മാസം ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഭാവി തീരുമാനമെടുക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളുണ്ട്. അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ശ്രമം ഞങ്ങൾ 11-ാം തീയതി ജനറൽ ബോഡിക്ക് ശേഷം, കാരണം അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ തീർച്ചയായും ഞങ്ങൾ ആ ശ്രമം നടത്തും. കാരണം ഇങ്ങനെ ദുർബലപ്പെട്ട് നിന്നുകൂടാ. ജനങ്ങൾ ജനാധിപത്യ മനസ്സുകളുടെ ഐക്യവും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഐക്യവുമാണ്. ആ കൂട്ടായ്മയിലൂടെ ഒരു ജനകീയ വിപ്ലവമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയമായി എന്ന് ഞങ്ങൾ കരുതുന്നു. സരീഷ് പി വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, ഒരു കുടക്കീഴിൽ എല്ലാവരെയും അണിനിരത്തും, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു, ഒരു വലിയൊരു ഒത്തുചേരലിലേക്ക് പോകുന്നു എന്നൊക്കെ AK ശശീന്ദ്രൻ പറയുമ്പോൾ, ഈ AK ശശീന്ദ്രന്റെ കുടയ്ക്കടിയിൽ ഒത്തുകൂടാൻ ആരെങ്കിലുമൊക്കെ എത്തുമോ എന്നുള്ളത് കൂടിയാണ് NCPയിൽ നിന്ന്. ദേശീയ നേതൃത്വവുമായി പടലപ്പിണക്കത്തെ തുടർന്ന് മാറിയ AK ശശീന്ദ്രൻ ഇനിയുള്ളത് സ്വന്തം പാർട്ടിയിൽ തനിക്കൊപ്പം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒപ്പം നിർത്തുക. അതോടൊപ്പം തന്നെ സമാന ചിന്താഗതിക്കാരായ, അല്ലെങ്കിൽ നേരത്തെ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അവരിൽ നിന്നും മാറി ഏതെങ്കിലും രീതിയിൽ നേതൃത്വവുമായി പിണക്കത്തെ തുടർന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളെ സ്വന്തം കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് AK ശശീന്ദ്രൻ ലക്ഷ്യമിടുന്നത്. അത് പ്രത്യേകിച്ച് LDFിനോടൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം ദേശീയ നേതൃത്വം എപ്പോൾ വേണമെങ്കിലും സ്ഥാനമാറ്റം ഉണ്ടാകാം, മുന്നണി മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ദേശീയ നേതൃത്വം NDAയോടൊപ്പം ചേരുകയും കേരളത്തിൽ അത് UDFിനോടൊപ്പം മാറുകയും ഒക്കെ ചെയ്യാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ LDFിനോടൊപ്പം നിൽക്കുന്നവരെ തനിക്കൊപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ AK ശശീന്ദ്രന് മുന്നിലുള്ളത്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. അടുത്ത മാസം 11-ാം തീയതി NCPയുടെ ജനറൽ ബോഡി യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ NCP കേരള ഘടകം എന്ന് കൃത്യമായി പറയാനാകില്ലെങ്കിൽ പോലും കേരളത്തിൽ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. അതിലാണ് മെജോറിറ്റി തങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന കാര്യം ഉറപ്പിക്കാനാവുകയുള്ളൂ. എന്തായാലും നിലവിലുള്ള ആളുകളെ ഒപ്പം നിർത്തുക. അതോടൊപ്പം തന്നെ നേരത്തെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന, എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മുന്നണി അല്ലെങ്കിൽ പാർട്ടികൾ വലതുപക്ഷത്തോടൊപ്പം പോയപ്പോൾ പാർട്ടിയിൽ നിന്നും ചേരിപ്പോരിനെ തുടർന്നൊക്കെ മാറി നിന്ന നേതാക്കളുണ്ട്. പല പാർട്ടികളിലും അത്തരത്തിലുള്ള നേതാക്കളുണ്ട്, പുറത്താക്കപ്പെട്ട നേതാക്കളുണ്ട്. അങ്ങനെ അവരെയൊക്കെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരികയും ഒരു പക്ഷേ പുതിയൊരു പാർട്ടി എന്ന രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കുക അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പെങ്കിലും ഭദ്രമാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ AK ശശീന്ദ്രന് മുന്നിലുള്ളത്. എന്തായാലും ജനറൽ ബോഡി യോഗം നിർണായകമാണ്. എത്ര ഘടകങ്ങൾ, എത്ര ജില്ലാ കമ്മിറ്റികൾ AK ശശീന്ദ്രനൊപ്പം നിൽക്കുന്നു, അതിനനുസരിച്ചായിരിക്കും പാർട്ടിയുടെ പേരും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രന്റെ നിലനിൽപ്പും തന്നെ ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക.